പശ്ചിമേഷ്യയിൽ സമാധാന ശ്രമങ്ങൾക്ക് കനത്ത തിരിച്ചടി. ഇറാനെതിരെ വീണ്ടും അമേരിക്കൻ വ്യോമാക്രമണം. സൗത്ത് പാഴ്സിലെ പെട്രോ കെമിക്കൽ പ്ലാന്റ് തകർത്തു. അമേരിക്കൻ ആക്രമണങ്ങൾക്ക് പിന്നാലെ ഹോർമസ് കടലിടുക്ക് വീണ്ടും അടച്ചെന്ന് ഇറാൻ സൈന്യം അറിയിച്ചു. അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കര ചേരുകയാണ് വിവരങ്ങളുമായി. മധു, ഗുഡ് മോർണിംഗ്. അത്ര ശുഭകരമായ വാർത്തയല്ല മധുവിന് പങ്കുവയ്ക്കാനുള്ളത്. പ്രത്യേകിച്ച് ഇനി ബോംബുകൾ ആയിരിക്കും ചർച്ച ചെയ്യുക എന്നുള്ള ആ ഒരു തരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ നേതാക്കളുടെ ഭാഗത്തു നിന്ന് വരികയാണ്. പശ്ചിമേഷ്യൻ സമാധാനം വീണ്ടും അകലെയെന്നാണോ മനസ്സിലാക്കേണ്ടത്? അമേരിക്കയുടെ നിലപാട് എന്താണ്? ഗുഡ് മോർണിംഗ് ഉന്മേഷ്, പ്രവിത. ഇറാനിയൻ സൈനിക കമാൻഡാണ് ഇപ്പോൾ ഹോർമൂസ് കടലെടുക്ക് പൂർണ്ണമായും അടച്ചിട്ടിരിക്കുന്നെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. എണ്ണ ടാങ്കറുകൾ ഉൾപ്പെടെയുള്ള യാതൊരുവിധ വാണിജ്യ കപ്പലുകളും ഇനി ഈ വഴിയിലൂടെ കടന്നു പോകാൻ അനുവദിക്കില്ലെന്നും അഥവാ അങ്ങനെ ഏതെങ്കിലും കപ്പലുകൾ ശ്രമിച്ചാൽ അവർക്ക് നേരെ വെടിയുതിർക്കുമെന്നാണ് ഇറാൻ ഔദ്യോഗികമായിട്ടുള്ള മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അമേരിക്കൻ സൈനിക ആക്രമണങ്ങൾക്കെതിരെ ഉള്ള ഒരു കടുത്ത ഒരു പ്രതിഷേധം പോലെയാണ് ഈ തീരുമാനം എന്നാണ് ഇറാൻ നൽകുന്ന വിശദീകരണം. ഇറാന്റെ തെക്കൻ പ്രവിശ്യ ഹോർമോസ്ഖാനിൽ അമേരിക്ക നടത്തുന്ന ബോംബാക്രമണം ഉടൻ അവസാനിപ്പിക്കണം, അല്ലെങ്കിൽ ഒരു ഒത്തുതീർപ്പിനും തയ്യാറല്ലെന്നാണ് ഇറാൻ സൈനിക നേതൃത്വം വ്യക്തമാക്കുന്നത്. അതേസമയം ഇറാൻ ഈ ഹോർമൂസ് കടലിടുക്ക് അടച്ചെന്ന വാർത്ത അമേരിക്ക തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. കൊമേഴ്ഷ്യൽ ഷിപ്സും അതുപോലെ മറ്റു കപ്പലുകൾക്കും സുരക്ഷ ഉറപ്പാക്കുമെന്നും ഇപ്പോഴും ഈ ഹോർമൂസ് കടലിടുക്കിലൂടെ നല്ല രീതിയിൽ തന്നെ ഗതാഗതം തുടരുകയാണെന്നാണ് US സെൻട്രൽ കമാൻഡ് അവകാശപ്പെടുന്നത്. നേരത്തെ ഈ സമാധാന ചർച്ചകൾ നീണ്ടുപോകുന്നതിൽ അതൃപ്തി രേഖപ്പെടുത്തിയിരുന്നു US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അത് മാത്രമല്ല, ഇറാൻ വലിയ വില നൽകേണ്ടി വരുമെന്നുള്ള മുന്നറിയിപ്പും കഴിഞ്ഞ ദിവസം നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇറാനെതിരെ അമേരിക്ക അല്പ മണിക്കൂറുകൾക്ക് മുമ്പ് കനത്ത വ്യോമാക്രമണം നടത്തിയിരിക്കുന്നത്. ഹോർമൂസ് കടലിടുക്കിന് സമീപമുള്ള കോഷം അതുപോലെ തന്നെ കിഷ് ദ്വീപുകളിലും അതിന്റെ തൊട്ടടുത്തുള്ള മിനാബ്, സിറിക് തുടങ്ങിയ നഗരങ്ങളിലുമൊക്കെ സ്ഫോടനങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. തലസ്ഥാനമായ ടെഹ്റനിൽ വ്യോമാക്രമണ മുന്നറിയിപ്പിനെ തുടർന്ന് സൈറണുകൾ മുഴങ്ങിയതായിട്ടുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. അതുപോലെ ദക്ഷിണ ഇറാനിലുള്ള അവരുടെ സൗത്ത് പാഴ്സ് ഗ്യാസ് ഫീൽഡിലെ പെട്രോ കെമിക്കൽ പ്ലാന്റ് നേരെയാണ് പുലർച്ചെ അമേരിക്ക ആക്രമണം നടത്തിയത്. ഈ കേന്ദ്രത്തിന് ചുറ്റും നേരത്തെ ഇറാൻ ഒരുപക്ഷെ അവർ പ്രതീക്ഷിച്ചിരിക്കാം വ്യോമ പ്രതിരോധ സംവിധാനങ്ങളൊക്കെ സജീവമാക്കി നിർത്തിയിട്ടുണ്ടായിരുന്നു. ഇന്നലെ ഇറാനിലെ 2 ജലസംഭരണികൾ അമേരിക്ക ആക്രമിച്ചിരുന്നു. അതേസമയം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അല്പമണിക്കൂർ മുമ്പ് ഫോക്സ് ന്യൂസുമായിട്ട് സംസാരിക്കുമ്പോൾ ഇറാനിയൻ ഉദ്യോഗസ്ഥരുമായി നേരിട്ട് സംസാരിച്ചതായിട്ട് വെളിപ്പെടുത്തുന്നു. അത് മാത്രമല്ല, ഈ ബോംബാക്രമണം നിർത്തണമെന്ന് ഇറാൻ പ്രതിനിധികൾ തന്നോട് ആവശ്യപ്പെട്ടതായിട്ടും ട്രംപ് പറയുന്നു. നിലവിൽ അമേരിക്കയുടെ യുദ്ധവിമാനങ്ങൾ ഇറാനിയൻ വ്യോമാതിർത്തിയിൽ നിരീക്ഷണം നടത്തുന്നുണ്ടെന്നാണ് ഡൊണാൾഡ് ട്രംപ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. എന്നാൽ ഈ ആക്രമണങ്ങൾ ഉടനെ അവസാനിപ്പിക്കുമോ എന്നുള്ളൊരു ചോദ്യത്തിന് അദ്ദേഹം ഭാവിയിൽ കൂടുതൽ ഇത്തരം ഏതെങ്കിലും സൈനിക നടപടികൾ ഉണ്ടാകുമോ അല്ലെങ്കിൽ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത നൽകുവാൻ തയ്യാറായിട്ടില്ല. അതേസമയം ഒരു വശത്ത് ഒത്തുതീർപ്പിനായി ഖത്തർ പ്രതിനിധി സംഘവുമായി ഇറാന്റെ ചർച്ചകൾ ഇപ്പോഴും തുടരുകയാണ്. ഇതുമാത്രമല്ല, ഐക്യരാഷ്ട്രസഭയിലും ഇറാന്റെ പ്രതികരണം വന്നിട്ടുണ്ട്. ബലപ്രയോഗത്തിലൂടെ ഒരു കരാറിൽ എത്തിച്ചേരാനാവില്ലെന്നാണ് ഐക്യരാഷ്ട്രസഭയിലെ ഇറാൻ അംബാസിഡർ അമീർ സയ്യിദ് ഇർവാനി ഇന്ന് പറഞ്ഞിരിക്കുന്നത്. പ്രവിത, ഉന്മേഷ്. മധു, ഇപ്പോൾ ഈ അമേരിക്കൻ സമ്മർദ്ദതന്ത്രങ്ങൾ പലതവണയായി നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ അതൊന്നും ഇറാന്റെ അടുത്ത് വിലപ്പോകില്ല എന്നതുകൂടി കണ്ടതാണല്ലോ. അപ്പോൾ സമാധാന കരാർ ഉടനുണ്ടാകുമെന്ന് ട്രംപ് പറഞ്ഞിട്ട് 2 ദിവസമായതേ ഉള്ളൂ. തൊട്ടു പിന്നാലെയാണ് സ്ഥിതിഗതികൾ വഷളായത്. ഒരു ചർച്ചയും ഇനി സാധ്യമല്ല എന്നാണോ മധു? ഇന്ന് ഡിഫൻസ് സെക്രട്ടറി പീറ്റ് ഹെഗ്സത്തിന്റെ അദ്ദേഹത്തിന്റെ പ്രസ്ഥാനം നമ്മൾ പരിശോധിച്ച ഫ്ലോറിഡയിലാണ് അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചത്. ബോംബെങ്കിൽ ബോംബ്, അതുവഴി ചർച്ചാ മേശയിലേക്ക് ഇറാനെ കൊണ്ടുവരുമെന്നാണ് പറഞ്ഞത്. അതിന് അമേരിക്കയ്ക്ക് കരുത്തുണ്ടെന്നാണ് പറയുന്നത്. ഒരുപക്ഷെ നയതന്ത്ര വാതിലുകളിലൂടെ നടക്കാത്തൊരു കാര്യം സമ്മർദ്ദത്തിലൂടെ കൊണ്ടുവരാനായിരിക്കാം ഒരുപക്ഷെ അമേരിക്ക തുടർച്ചയായിട്ട് ഈ ഒരു രീതിയിലേക്ക് പോയത്. അതുമാത്രമല്ല, 2 അപ്പാച്ചെ ഹെലികോപ്റ്റർ വെടിവെച്ചിട്ടത് അമേരിക്കയ്ക്ക് തീർച്ചയായിട്ടും പ്രതികരിക്കേണ്ട ഒരു അവസ്ഥ വന്നിരിക്കുകയാണ്. അപ്പൊ ഇതെല്ലാം കൂടെ ചേർത്ത് വായിക്കണം. പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ കൈവിട്ടു പോയ നിലയിലേക്ക് മാറിയിരിക്കുകയാണ്. ഉന്മേഷ്, പ്രവിത. ശരി, അതാണ് മധു കൊട്ടാരക്കര അമേരിക്കയിൽ നിന്ന് നൽകുന്ന വിവരം. ഇനിയും യുദ്ധം നീണ്ടുപോകുമോ എന്ന ആശങ്കയിലാണ് യോഗം. ഇപ്പോൾ ഹോർമസ് കടലിടുക്ക് വീണ്ടും അടച്ചതായി ഇറാൻ അറിയിച്ചിരിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.